ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു പാസ്ത ഉണ്ടാക്കാം. നമ്മൾ മുൻപൊരു വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നൊരു റെഡ് സോസ് പാസ്തയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആദ്യം പാസ്ത നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ വെള്ളം നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഒരു കപ്പ് പാസ്ത ഇതിലേക്ക് ചേർക്കാം. ഒരു 10 മിനിറ്റ് ഒക്കെ എടുക്കും ഇത് കുക്ക് ആവാനായിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് വെള്ളത്തിൽ നിന്ന് ഒരു അരിപ്പയിലേക്ക് മാറ്റി വയ്ക്കാം. റെഡ് സോസ് ഉണ്ടാക്കാനായിട്ട് 3 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കണം. ഇതും ഒന്ന് കുക്ക് ചെയ്യാനുള്ളതാണ്. അപ്പൊ അതിനു മുൻപ് ഇതിന്റെ മുകളിൽ നമുക്ക് ഇതുപോലെ കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. എന്നിട്ട് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇത് കുക്കാവണം. ഇതിന്റെ മുകളിലുള്ള തൊലിയൊക്കെ എളുപ്പം വിട്ടുവരാനാണ് കത്തി കൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്തത്. ഇനി വെള്ളത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ തക്കാളിയുടെ മുകളിലുള്ള തൊലി മുഴുവനും മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം. ഇതുപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒലീവ് ഓയിലോ ബട്ടറോ ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതെടുക്കാം. 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കുറച്ച് സെക്കൻഡ് ഇതൊന്ന് ചൂടാവട്ടെ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള കട്ട് ചെയ്തത് ചേർക്കാം. 2 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കണം. റെഡ് സോസ് പാസ്തയിൽ സവാള വളരെ കുറവ് മതി. തക്കാളിയാണ് കൂടുതൽ വേണ്ടത്. നമ്മൾ 3 ചെറിയ തക്കാളിക്ക് ഒരു ചെറിയ സവാള എടുത്തിട്ടുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ഇന്നത് വേണമെന്നൊന്നുമില്ല. ഞാൻ കുറച്ച് ക്യാരറ്റ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് സുക്കിനിയും ഓറഞ്ച് ക്യാപ്സിക്കവും ഗ്രീൻ ക്യാപ്സിക്കവും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതൊന്നും മുഴുവനായിട്ട് വേവണ്ട, ഹാഫ് കുക്ക് ആവുന്ന രീതിയിൽ വഴറ്റിയാൽ മതി. പിന്നെ അല്പം വേവിച്ച കോൺ കൂടെ ചേർത്തിട്ടുണ്ട്. മിക്സ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. പാസ്തയിലേക്ക് ഒരുപാട് സ്പൈസസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. നല്ല കളറും കൂടെ കിട്ടാനാണ് കാശ്മീരി ചില്ലി തന്നെ എടുക്കുന്നത്. പിന്നെ ഒരല്പം കുരുമുളക് പൊടി 1/4 ടീസ്പൂണിൽ കുറവേ എടുത്തിട്ടുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ കൂടുതൽ ചേർത്താൽ മതി. കുറച്ച് മിക്സഡ് ഹെർബ്സ് അല്ലെങ്കിൽ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. അതും ഇതിന്റെ കളറും ഫ്ലേവറും ഒക്കെ ഒന്ന് കൂടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. ടേസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്യണം. 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇതൊക്കെ ഒന്ന് മിക്സ് ആവട്ടെ. എന്നിട്ട് നമുക്ക് വേവിച്ച് വെച്ച പാസ്ത ചേർത്ത് കൊടുക്കാം. ഈ സോസ് എല്ലാത്തിലേക്കും കോട്ട് ചെയ്യുന്ന രീതിയിൽ പാസ്ത മിക്സ് ചെയ്തിട്ട് എടുക്കാം. 1 മിനിറ്റ് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ചുകൂടെ ടേസ്റ്റ് കൂടാനായിട്ട് ലാസ്റ്റ് ഇതിലേക്ക് വേണമെങ്കിൽ അല്പം ചീസ് ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഞാൻ ചീസ് ചേർത്തിട്ടില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മുടെ റെഡ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡിന്നറിന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പാസ്തയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്